സാധിക്കില്ലേ? ആരാണ് അദ്ദേഹത്തെ കൊല്ലുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ആർക്കൊക്കെ അദ്ദേഹത്തെ കൊല്ലാൻ താല്പര്യമുണ്ടാകും? ഇത് ഒരു സുപ്രധാന സംഭവം ഇന്ത്യയിലാണ്. പക്ഷേ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ദുരൂഹമായ ഇത്തരം വിമാനാപകടങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. മറിച്ച് അതിൻ്റെ പലപ്പോഴും തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടുമില്ല. പല ആൽസ് പർവ്വതത്തിൻ്റെ മുകളിലോ ഹിമാലയത്തിൻ്റെ മുകളിലോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ വിമാനാപകടം ഉണ്ടാകുന്നത്. ഒരു തെളിവും അവശേഷിപ്പിക്കാറുമില്ല. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു വിമാനം തന്നെ നശിപ്പിക്കും. അപ്പോൾ ആരെയാ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ വിമാനാപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ അടുത്ത കാലത്ത് നമുക്കുള്ളൊരു 10-50 വർഷത്തിനുള്ള ചരിത്രത്തിൽ പറഞ്ഞാൽ സഞ്ജയ് ഗാന്ധി അങ്ങനെ മരിച്ചതാണ്, മാധവറാവ് സിന്ധ്യ അങ്ങനെ മരിച്ചതാണ്, അപകടങ്ങളിൽ മരിച്ചതാണ്. ഓരോ ഇത്തരം വിമാനാപകടങ്ങളാണ് മറ്റപകടങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതിൽ ആരാണ് കൊല്ലിച്ചത് അല്ല ആരാണ് കൊലയ്ക്ക് കാരണം എന്നറിയാനായിട്ട് സാധാരണഗതിയിൽ രാഷ്ട്രീയ അധികാരം, പവർ, സമ്പത്ത് അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തെളിവില്ലാതെ ആരെങ്കിലും കൊന്നു എന്ന് ധരിച്ചാൽ അന്വേഷണം ആദ്യം പോകുന്നത് ഒരു നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് ബെനിഫിഷ്യറി തിയറി എന്ന് പറഞ്ഞ ആ തിയറിയുടെ ആപ്ലിക്കേഷൻ. അപ്പം ഈ കൊലപാതകം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയിരിക്കുന്ന ആർക്ക്? അല്ല, ഇയാളെ ഇല്ലാതാക്കുക വഴി പ്രയോജനം കിട്ടിയിരിക്കുന്ന ആർക്ക്? ഇയാളെ ഇല്ലാതാക്കുന്നതിലൂടെ പ്രയോജനം കിട്ടുന്നത് ആർക്ക്? അങ്ങനെ അന്വേഷണം നീങ്ങുന്നത്. ഇപ്പം ഇവിടെ മഹാരാഷ്ട്രയിൽ ഇഷ്ടംപോലെ തർക്കങ്ങളുണ്ട്. ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികൾ, ശിവസേന 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമുണ്ട്. ഈ കോൺഗ്രസും NCP തമ്മിലുള്ള തർക്കമുണ്ട്. NCP തന്നെ ശരത് പവാറും അജിത് പവാറും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. ശരത് പവാറിൻ്റെ മകൾ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ തർക്കമുണ്ട്. BJPക്ക് അവിടെ സ്വസ്ഥമായി അധികാരത്തിലേക്ക് എത്താൻ, പ്രത്യേകിച്ചും ശിവസേന കോൺഗ്രസ് ചേരിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പം സ്വസ്ഥമായി അധികാരത്തിലെത്താൻ BJPയെ സഹായിച്ചത് അമിത്ഷായെ അല്ലെ മോഡിയെ സഹായിച്ചത് അജിത് പവാറാണ്. NCP പിളർന്നുകൊണ്ട് ഒരു നല്ല വിഭാഗം MLA അങ്ങോട്ട് കയറുന്നു. അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ BJPയുമായിട്ട് സഹകരണത്തിനും. അടുത്ത കാലത്ത് അജിത് പവാർ വീണ്ടും തിരിച്ച് തൻ്റെ അമ്മാവനായ ശരത് പവാറുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിക്കുന്നതാണ്. ശരത് പവാർ ആരോഗ്യം കൊണ്ട് അല്ലെ പ്രായാധിക്യം കൊണ്ട് കൂടുതൽ സജീവമായ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ശരത് പവാർ അവിടെ നിലനിൽക്കാൻ വന്നപ്പോൾ ശരത് പവാർ പിൻഗാമിയായിട്ട് പല പൊതുവേദികളിലും ആദ്യകാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് അജിത് പവാറിനെയാണ്. പിന്നീട് ക്രമത്തിൽ ആ സ്ഥാനത്തേക്ക് സുപ്രിയ സുളെ എന്നൊന്നും മകളുടെ പേരെ കൃത്യമായി ആ പെൺകുട്ടിയെ മകളെ രാഷ്ട്രീയ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരു ഫ്രിക്ഷനുള്ള കാരണമുണ്ട്. തനിക്ക് കിട്ടേണ്ടിയിരിക്കുന്ന അല്ലെ കിട്ടേണ്ട മുഖ്യമന്ത്രി സ്ഥാനം ഈ പെൺകുട്ടി തട്ടിയെടുക്കുന്നുള്ള കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ? നമ്മൾ അജിത് ചെയ്തെന്നോ കൊല്ലാൻ ഇവരെ ആലോചിച്ചെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച ആരെങ്കിലും, ഇവരായിരിക്കണമെന്നില്ല, അല്ലെ ഇവരിൽ കൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്താമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും അത്തരം ഒരു നീക്കത്തിന് തയ്യാറായ വ്യവസായ ലോബിയോ അവിടുത്തെ പഞ്ചാര മില്ലുകളാണ് ഇവരുടെ ശക്തി കേന്ദ്രം. ഇതിൽ ഏറ്റവും ദുരൂഹമായിട്ട് ഇപ്പം പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഞാൻ പറഞ്ഞല്ലോ 27-ാം തീയതിയാണ് ഈ വിമാന അപകടം ഉണ്ടാകുന്നത് ബരാമതിയിൽ. അവിടെ അന്നത്തെ വിക്കിപീഡിയയുടെ ചില സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ അപകടം സംഭവിക്കുന്നതിന് 21 മണിക്കൂർ മുമ്പ് തന്നെ ഇദ്ദേഹം ഇത്തരത്തിൽ മരിച്ചിരിക്കുമെന്ന് ഈ വിക്കിപീഡിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇത് സംഭവിക്കുന്നത് 27-ാം തീയതി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 2 മണിയോ ആ സമയത്താണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ അപകടം നടക്കുന്നതിന് 21 മണിക്കൂർ മുമ്പ് തന്നെ അജിത് പവാർ എന്ന് വിക്കിപീഡിയയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണിക്കുന്നത് ഇദ്ദേഹം ഡപ്പെടുത്തുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അതിൽ ഏറ്റവും വലിയ ദുരൂഹത അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി ആരോ തയ്യാറാക്കിയിരിക്കുന്നു. മുൻകൂട്ടി ആർക്കെല്ലാമോ അറിയും, കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. അജിത് പവാർ ഇന്നേ ദിവസം ഈ സ്ഥലത്ത് നിന്ന്, മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ അദ്ദേഹത്തിന്റെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇദ്ദേഹം എടുക്കുന്നത്. സ്വകാര്യ വിമാന കമ്പനിയാണ്. അത് തകർന്നു വീണിരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഒരാൾക്കുണ്ടായിരുന്നു. അയാളാണ് ഇത്തരത്തില് ഈ വിക്കിപീഡിയ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 21 മണിക്കൂർ മുമ്പാണ്. നമുക്കറിയാം വിക്കിപീഡിയ യൂസ് ചെയ്യുന്ന ഒരു ടൈം കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ടൈം കോർഡിനേഷൻ ആണ്.
ഇന്ത്യയുടെ ടൈം എന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രീൻവിച്ച് അതായത് 5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. 5.5 മണിക്കൂർ. അതെ, 5.5 മണിക്കൂറിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് 10:30 ഉള്ള സംഭവം ഇതിലൊരു 5 മണിക്ക് മുമ്പേ വരാം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല വിഷയം. 21 മണിക്കൂർ മുമ്പ് ഇത് ഇങ്ങനെ ഒരു ദിവസം. അതെ, അതെങ്ങനെ സംഭവിക്കുന്നു? അതിലുകൊണ്ടാണ് പറയുന്നത് മറ്റാരോ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇത് ഇല്ലാതാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലൊക്കെ അതിനൊരു ബെസ്റ്റ് കമ്പാരിസൺ കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് സാധാരണ കമ്പാരിസൺ ഉണ്ട്. ന്യൂഡൽഹി സിനിമ കണ്ടിട്ടുണ്ടോ? അതെ. മമ്മൂട്ടി എങ്ങനെ ആൾക്കാരെ കൊല്ലും? അതെ. എങ്ങനെയാ മമ്മൂട്ടി പത്രത്തിൽ അടിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലാൻ പോകുന്നത്? ഇന്ന സമയത്ത് ഇന്നയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ ഇറങ്ങുക. അതുപോലൊരു വാർത്തയായത്. അതായത് ഈ വാർത്തയുടെ പിന്നിലുള്ളവർ തന്നെയാണ്, അല്ലെ വാർത്തയുടെ പിന്നിലുള്ളവർക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അജിത് പവാർ വെറുതെ മരിക്കുകയല്ല, ഇത് വെറുതെ ഒരു അപകടമല്ല, കാഷ്വലായിട്ടുണ്ടായൊരു വിമാനാപകടമല്ല, യാദൃശ്യമായിട്ടുണ്ടായതല്ല, മറിച്ച് ആരോ പ്ലാൻ ചെയ്ത് നടപ്പാക്കി എക്സിക്യൂട്ട് ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു ഇത്. എലിമിനേറ്റ് കാര്യമാണ്. ഇപ്പം ചില ആളുകളൊക്കെ എനിക്ക് വെറുതെ അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇതിൽ വലിച്ചിഴക്കുന്ന സംഗതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് BJPക്ക് ഒരു തലവേദനയായിട്ട് ഈ അജിത് പവാർ മാറി തീരാനുള്ള സാധ്യതയുണ്ട്. ചില വളരെ നിർണായകമായിട്ടുള്ള രേഖകൾ, ഡീറ്റെയിൽസ്, ഇദ്ദേഹത്തിൻ്റെ തെളിവുകൾ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്ര ഭരണം BJPയുടെ കയ്യിൽ നിന്ന് അട്ടിമറിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും. ഇതിൻ്റെയൊക്കെ കാരണത്താൽ ഇദ്ദേഹത്തെ ഫിനിഷ് ചെയ്യുക, അജിത് പവാറിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചില വലിയ തലകളുടെ ലക്ഷ്യമാണ് എന്ന് പറയുന്ന ചില തിയറീസ് രൂപപ്പെടുന്നുണ്ട്. അല്ല, അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഇതിന് പിന്നിൽ അമിത്ഷയാണ്? അമിത്ഷാ ആയിരിക്കണമെന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ രഹസ്യം അമിത്ഷാ ആയിരിക്കണമെന്നില്ല. എൻ്റെ രഹസ്യം ഒരു കാര്യം എന്നെ സംബന്ധിച്ച വളരെ ഗുരുതരമായ രഹസ്യം, അതെന്തും ആയിക്കോട്ടെ, അത് ഗൗതത്തിന് അറിയാവുന്നിരിക്കട്ടെ, താങ്കൾക്ക് അറിയാവുന്നിരിക്കട്ടെ, എനിക്ക് ആ രഹസ്യം താങ്കൾക്കറിയാമെന്ന എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? എനിക്ക് എൻ്റെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ രാഷ്ട്രീയം തീർക്കാൻ നോക്കൂ. സ്വാഭാവികമായി എൻ്റെ മുമ്പിലുള്ള മാർഗ്ഗം തന്നെ അങ്ങനെയും സംഭവിക്കും. ഇത് അറിയണമെങ്കിൽ വിശദമായ അന്വേഷണത്തിൽ കൂടെ വരുള്ളൂ. പക്ഷെ വൻതോക്കുകളായതുകൊണ്ട് ഈ അന്വേഷണത്തിൽ കൂടെ പുറത്ത് വരുമെന്ന് സംശയമുണ്ട്. ഇപ്പം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവരാണ് ഇതിന്റെ അന്വേഷണ ചുമതല കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വിശ്വാസ യോഗ്യതയും ഇല്ലാത്തൊരു ഏജൻസി ആയിട്ട് ഇതിപ്പോൾ മാറി തീരുകയാണ്. കാരണം നമുക്കറിയാം, ജൂണിൽ സംഭവിച്ച ഏറ്റവും വലിയ എയർ ഇന്ത്യ വിമാനാപകടം അഹമ്മദാബാദിലെ ഏതാണ്ട് 256 ആളുകളാണ് മൊത്തത്തിൽ ഫുൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ഇൻവെസ്റ്റിഗേഷനും, പ്രത്യേകിച്ചും ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്നത് കൃത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ പല ആളുകളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇവരിതൊക്കെ ഈ ക്യാപ്റ്റന്റെ തലയിലിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ ഫോൾട്ട്. ഇത് മാത്രം, അതായത് മെയിനായിട്ടും ക്യാപ്റ്റന്റെ തലയിലിടാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപണം വരുന്നത്. അത് മാത്രമല്ല, ഇത്രയും നാളായിട്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ഇത് എപ്പോഴെങ്കിലും പുറത്തു വരുന്ന നമുക്ക് വിശ്വസിക്കാനും പറ്റുമോ? അപ്പം കൃത്യമായിട്ട് ഇവിടെ ആസൂത്രണം നടക്കുന്നുണ്ട്. ചില സത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇത്തരത്തിലുള്ള ഏജൻസികൾ തന്നെ നടത്തുന്നു എന്ന് പറയുന്ന ആരോപണം മുമ്പോട്ട് വരുന്നു. അപ്പൊ അവര് തന്നെ ഇതിന്റെ ഈ അജിത് പവാറിന്റെ ഈ ദുരന്തം അന്വേഷിക്കാനായിട്ട് മുമ്പോട്ട് വന്നാൽ സത്യം പുറത്തു വരുമെന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? താങ്കൾ ഈ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ തകരൽ പോകണ്ട. ഇവിടെ നമ്മുടെ കേരളത്തിൽ, ഈ കുഞ്ഞു കേരളത്തിൽ വളരെ ചുരുക്ക ട്രെയിൻ ഓടുന്ന നമ്മുടെ പെരുമൺ ദുരന്തം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എത്തിയെന്ന് എവിടെയാണെന്നറിയാമോ? ഈ ട്രെയിൻ അവിടെ വരുന്ന അവിടെ കാറ്റുണ്ടായി, ആ കാറ്റടിച്ച ശക്തിയിൽ ട്രെയിൻ പറന്നുപോയി വീണെന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് തന്ന സർക്കാർ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. കാറ്റത്ത് ട്രെയിൻ, അത്രയും വലിയ ട്രെയിൻ, അത്രയും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പെരുമൺ സ്ഥലത്തും ആ ഭാഗത്ത് മാത്രം, വേറെ കൂടെ കാറ്റുണ്ടായിട്ടില്ല. ഒരു തെങ്ങിൻ്റെ മടൽ പോലും താഴെ വീണില്ല. അവിടെയാണ് പറയുന്നത് കൊടുങ്കാറ്റിൽ, ആ കാറ്റിലാണ് ട്രെയിൻ അപകടം ഉണ്ടായത്. എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചതുകൂടെയാണ് അപകടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട്. അതുപോലെ വലിയ വിമാനാപകടങ്ങളുടെ ഒന്നും രഹസ്യങ്ങൾ ആരും പലപ്പോഴും പുറത്തു വരാറില്ല.
കാരണം ഏറ്റവും സുഗമമായ മാർഗ്ഗം വിമാനത്തിൽ ഒരു തെളിവ് അവശേഷിക്കില്ല. ട്രെയിനെ വെച്ച് ഇ.പി. ജയരാജനെ വെടിവെച്ച് തെളിവ് അവശേഷിക്കണമോ? ഞാൻ കൃത്യമായിട്ട് ചോദിക്കാം, അജിത് പവാറിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിഷ്യറി? ആരാണ് ബെനിഫിഷ്യറി? BJP ഒരു ബെനിഫിഷ്യറിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിഷ്യറിയാണ് ശരത് പവാർ. പിന്നെ വ്യവസായ ലോബികൾ അവിടെ ഉണ്ട്. അവർക്ക് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായ വലിയ അഴിമതിക്കാരനാണ്. സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ലോബി കാണും. ഇയാൾ ജീവിച്ചിരുന്ന ഇപ്പം എന്നെ ഏൽപ്പിക്കുക പൈസ മുഴുവൻ ഏൽപ്പിക്കുക. നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ പിണറായി വിജയനൊക്കെ ചെയ്യുന്ന പോലെ അല്ലെ പറയാൻ വേണമെങ്കിൽ വേറെ മൂന്നാമതൊരാളെ ബിനാമി ഏൽപ്പിക്കുക. നാളെ ആ ബിനാമിക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എനിക്കാവുന്ന മാർഗം എന്നാ? എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ മാർഗം തന്നെ ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെയും വരാം. അത് ഒത്തിരി ഉണ്ട്. ബിനാമി ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട് അങ്ങനെ പോയത്. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ CM തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി മുമ്പോട്ട് വരുന്നു. അതേപോലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ, അതായത് ഇവിടെയുള്ള എല്ലാ ഏജൻസികളും കൃത്യമായിട്ട് കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ് ആയിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ അന്വേഷണം മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം എന്നാണ് പറയുന്നത്. എന്തിനാ ലാവ്ലിൻ കേസ് 41 പ്രാവശ്യം നീട്ടിക്കൊണ്ടുപോയി സുപ്രീം കോടതി അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അത് അധികാര ഭരണകൂടത്തിൻ്റെ സ്വാധീനമുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം എല്ലാ രംഗത്തുണ്ടായി, എല്ലാ മേഖലയിലും. ആ എല്ലാ മേഖലയിലും ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം തകർച്ച ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ ശബരിമല പകൽ കൊള്ളയുണ്ട്. SIT എന്ന് പറഞ്ഞ സാധനം അന്വേഷിക്കുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സത്യം പുറത്തു വരുന്നുണ്ടോ? സത്യം മാത്രം പുറത്തു വരുന്നില്ല. അപ്പോൾ അന്വേഷണം ഇങ്ങനെ നീളുന്നുണ്ട്. ഓരോ ആളിൽ നിന്നും വ്യക്തിയിൽ നിന്നും ഗൗതത്തിൽ നിന്നും രാജ്ഭവനിലേക്കും രാജ്ഭവനിൽ നിന്നും ജീവനിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഇത് വായിച്ച് നമ്മളിങ്ങനെ ഗൗതത്തിനെ പിടിച്ച് അല്ല രാജ്ഭവനെ പിടിച്ച് നമ്മൾ 2 ആഴ്ച ചർച്ച ചെയ്യും. അത് കഴിയുമ്പോൾ അടുത്ത ആളുടെ പേര് വരും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ. അതാണ് നടന്നു. ഈ അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കുന്നതാണ്. എൻ്റെ ചോദ്യം, ഇതിൽ ദുരൂഹത നമ്മൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് ഇദ്ദേഹം മരിച്ചതല്ല, ഇതൊരു സാധാരണ അപകടമല്ല, കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു അപകടമാണ്. വിക്കിപീഡിയയിൽ പോലും 21 ഇദ്ദേഹം ഈ ജനുവരി 27 നടക്കുന്ന ഈ അപകടം 21 മണിക്കൂറിന് മുമ്പ് തന്നെ വിക്കിപീഡിയ എങ്ങനെ അറിയുന്നു? ആരത് അപ്ഡേറ്റ് ചെയ്യുന്നു? അപ്പോൾ അയാൾക്ക് ഇദ്ദേഹം അപകടപ്പെടും എന്ന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നോ? ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ദുരൂഹതയ്ക്ക് സാഹചര്യം നൽകുന്ന കുറേയധികം തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. അല്ലാതെ പലരും നിഷ്കളങ്കരായിട്ടുള്ള പലരും വിചാരിക്കുന്നത് പോലെ അയ്യോ ഇത് വളരെ സ്വാഭാവികമായിട്ട് നല്ലൊരു മനുഷ്യൻ വളരെ സ്വാഭാവികമായിട്ട് നടന്നിരിക്കുന്ന ഒരു അപകടമാണ് ചിന്തിക്കാൻ പറ്റില്ല. കഴിവുള്ള ഒരാൾ മരിച്ചു പോയല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ ഇസ്രായേലിന്റെ ഒക്കെ കയ്യിൽ വളരെ അത്യാധുനികമായിട്ടുള്ള ചില ലേസർ സംവിധാനം പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചില ധാരണകൾ കൈവശം ഉണ്ടെങ്കിൽ, അതായത് ഈ അത്യാധുനികമായിട്ടുള്ള ലേസർ ഉപയോഗിച്ചുകൊണ്ട് എത്ര അത്യാധുനികമായിട്ട് എത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങളെ പോലും തകർത്തിടാൻ വേണ്ടി പറ്റും. ഒരു കാര്യം കൂടെ ഈ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി റഷ്യയിലെ താഷ്കൻഡ് വെച്ച് മരിക്കുന്നു. യാതൊരുവിധ അന്വേഷണം നടത്താൻ അവസരം ഉണ്ടാകാത്ത രീതി. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ നീലക്കളറുണ്ടായിരുന്ന അവിടുത്തെ ഹോട്ടലിലെ ജോലിക്കാർ പറയുന്നുണ്ട്, കൂടെ പോയ സ്റ്റാഫ് പറയുന്നുണ്ട്. പക്ഷെ അത്തരം അന്വേഷണങ്ങളൊന്നും പുറത്തു വന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. കാരണം എങ്ങനെയാണ് മരിച്ചെന്നറിയത്തില്ല. ആരോഗ്യത്തോടെ സുഖമായിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ പിറ്റേ ദിവസം മരിച്ചു കിടക്കണം. ഞാൻ അവസാനമായിട്ട് സാറിനടുത്ത് ചോദിക്കാം, ഒറ്റ വരിയിലൊരു ഉത്തരം പറയണം. അജിത് പവാർ മരിച്ചതാണോ അദ്ദേഹത്തെ കൊന്നതാണോ? അദ്ദേഹത്തെ കൊന്നോ? യാതൊരു സംശയമില്ല. 90% കൊന്നു. 90% പറയുന്നു അദ്ദേഹത്തെ കൊന്നതാണ്. അതിനാ ചാൻസ്. ഓക്കെ.